Okay. In the last class, we learned about man-made things, natural things, living things, and non-living things. Isn't it? നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിച്ചത്? ഓർമ്മയില്ലേ എല്ലാവർക്കും? ഹ്യൂമൻ മെയ്ഡ് തിങ്സും നാച്ചുറൽ തിങ്സും ദെൻ ലിവിങ് തിങ്സും നോൺ ലിവിങ് തിങ്സും ആണ്. ഓർമ്മയുണ്ടോ? Today we are going to learn more about the specific features of living things. What? Specific features of living things. Living things in സാധാരണ നമ്മുടെ ജീവനുള്ള ജീവികളുടെ പ്രത്യേകതയാണ് ടീച്ചർ പറയാൻ പോകുന്നത്. എന്താണ് ജീവനുള്ള വസ്തുക്കൾക്ക് ജീവനില്ലാത്ത വസ്തുക്കളുടെ പ്രത്യേകത നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഓക്കെ, ഹെവൻ വർഗീസ്, എന്താണ് ജീവനുള്ളവരുടെ രണ്ട് പ്രത്യേകത പറഞ്ഞേ. Eat. Good. Then one living things eat. Then next living things grow. Good. Okay. Then Anika Mohan, can you say one special features of living thing? ജീവനുള്ള വസ്തുക്കളുടെ ഇപ്പൊ രണ്ട് പ്രത്യേകത ഇവിടെ എന്തോന്നാ കേൾക്കത്തില്ല ടീച്ചർക്ക് പറഞ്ഞേ. ജീവനുള്ള വസ്തുക്കളുടെ ഒരു പ്രത്യേകത, ജീവനുള്ള വസ്തുക്കളെയും ജീവനില്ലാത്ത വസ്തുക്കളും നമ്മൾക്ക് കണ്ടാൽ മനസ്സിലാവും അല്ലെ? അങ്ങനെയാകുമ്പോൾ ജീവനുള്ളവയുടെ ഒരു പ്രത്യേകത പറ. ഓൾറെഡി ഇവിടെ മോളുടെ ഫ്രണ്ട് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഇനി വേറൊന്നും പറഞ്ഞു. അനിക, can you hear me? Breathe. Okay, good. Breathe. Then Jewel, can you say another? ഒരു വേറൊരു പ്രത്യേകത പറയാം. ഇപ്പൊ ഓൾറെഡി 3 എണ്ണം പറഞ്ഞു. ഇനി ഒരു പ്രത്യേകത കൂടെ പറയാമോ? ഒരു വസ്തുവിനെ കാണുമ്പോൾ നമ്മൾ അവർക്ക് ജീവനുണ്ട്, അല്ലെങ്കിൽ ഒരു വസ്തുവിനെ കാണുമ്പോൾ നമ്മൾ അതിന് ജീവനില്ല എന്ന് പറയണമെങ്കിൽ എന്തൊക്കെയായിരിക്കണം അവർക്കുള്ള പ്രത്യേകതകള്? ക്യാൻ മൂവ്. ഗുഡ്. അവർക്ക് നടക്കാൻ പറ്റും അല്ലെ? അങ്ങനെ ആകുമ്പോ മക്കളെ ചെടികൾക്ക് നടക്കാൻ പറ്റുമോ? ചെടികൾക്ക് നടക്കാൻ പറ്റുമോ? നടക്കാൻ പറ്റുമോ? ചെടികൾക്ക് നടക്കാൻ പറ്റുമോ? ഇല്ല, നടക്കാൻ പറ്റൂല അല്ലേ? അങ്ങനെയാണ്. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഒരു ചെടി പറിച്ചെടുത്ത് ചെടിക്ക് എങ്ങനെ പിന്നെ വളവും വെള്ളവും ഒക്കെ കിട്ടുന്നത് എങ്ങനെയാ? അവര് നിന്നെടുത്ത് നിന്നാന്ന് ചെടി മുഴുവൻ വളവും വെള്ളവും കിട്ടുവോ? ഉത്തരം വരുന്നുണ്ട്. പറഞ്ഞോ ഉത്തരം വരുന്നുണ്ട്. പറഞ്ഞോ. ഓക്കെ. പക്ഷെ ടീച്ചർ ചോദ്യം അതല്ല. നമ്മുടെ ഒരു ഫ്രണ്ട് പറഞ്ഞു ചെടികൾക്ക് അനങ്ങാൻ പറ്റൂല. അതാ ടീച്ചർക്ക് ഒരു സംശയം. എങ്ങനെയാണ് അപ്പോൾ ഈ അനങ്ങാൻ പറ്റാത്ത ചെടികൾ ജീവിക്കുന്നത്? അവർക്ക് വെള്ളവും വളവും ഒക്കെ ആരാ കൊണ്ട കൊടുക്കുന്നേ? നമ്മളിപ്പം ചില ചെടികളെ ചൂട്ടിക്കൊണ്ട വെള്ളം ഇട്ട് കൊടുക്കും, വളം കൊടുക്കും. പക്ഷെ എല്ലാ സ്ഥലത്തും ഫോറസ്റ്റിലെ വെള്ളം പറ്റത്തില്ലല്ലോ. ആ റൂട്ട് എന്ത് ചെയ്യും? വെള്ളം വലിച്ചെടുക്കും. വെള്ളം വലിക്കാൻ ചെടിയുടെ ചോട്ടി തന്നെ വെള്ളം കിട്ടിയാലേ പറ്റുള്ളൂ. അത് ദൂരെയുള്ള അടുത്തോട്ട് പോകൂലേ? അപ്പൊ ചെടിയുടെ റൂട്ട് പോകുന്നുണ്ടല്ലേ? ചെടിയുടെ റൂട്ട് പോകുന്നില്ലേ? ഉണ്ട്. നമ്മൾ കണ്ടിട്ടില്ലേ? പിന്നെ എന്നിട്ട് ഇത് നിങ്ങൾക്ക് തരാം ഒരു എക്സ്പെരിമെന്റ് തന്നെ ഇത് തന്നെയാണ്. ഓക്കെ, അത് ക്ലാസ് എടുത്ത് വരുമ്പോ ടീച്ചർ പറയാം. ഓക്കെ, നിങ്ങളുടെ പാഠപുസ്തകം എടുത്തേ. നമ്മൾ റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണേ.
Yes. Okay. Page number. ചിലപ്പോൾ നിങ്ങളുടെ പേജ് നമ്പർ മാറ്റമുണ്ടാവും. ലിവിങ് ആൻഡ് നോൺ ലിവിങ് എന്ന ചാപ്റ്റർ എടുത്താൽ മതി കേട്ടോ. Living things move. The movement of living things shows that they are alive. Birds and some insects fly. Dogs and cats walk. Fish swim. These animals move because they have life. When touched, plants like the touch me not mimosa plant show slow movement. The sunflower turns towards the sun. However, does a table move by itself? No, we have to move it. Therefore, we can say that only living things move on their own. Okay. The movement of living things shows they are alive. അവരെ ജീവിച്ചിട്ട് വസ്തുക്കള് അനങ്ങുന്നത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം അവര് അനങ്ങുന്നുണ്ടെന്ന് അല്ലെ. പക്ഷികൾ പറക്കുന്നില്ലേ, ഇൻസെക്റ്റുകൾ പറക്കുന്നില്ലേ അല്ലെ, പക്ഷികൾ പറക്കുന്നതൊക്കെ നിങ്ങൾ കാണുന്നില്ലേ? ഉണ്ടല്ലേ. അപ്പോൾ അവര് ജീവനുള്ളവരാണ്. ഒരു പക്ഷി നിലത്ത് കിടക്കുക, അത് അനങ്ങുന്നില്ല. അപ്പൊ നമ്മൾ ഈ പക്ഷിക്ക് എന്നാ പറ്റിയ, ചത്തുപോയോ നമ്മൾ ആദ്യം ചോദിക്കുന്നല്ലേ. ആണോ? ആണോ ഹിബ? ഇങ്ങനെയാണോ? ഇപ്പൊ ഒരു പക്ഷി നമ്മുടെ വീടിന്റെ മുറ്റത്ത് ഇങ്ങനെ കിടക്കുക. അപ്പൊ നമ്മൾ ആദ്യം ഈ പക്ഷിക്ക് എന്തു പറ്റി, ഇത് അനങ്ങുന്നില്ലല്ലോ, ഇത് പറക്കുന്നില്ലല്ലോ, ഇത് എന്ത് പറ്റി, ചത്തുപോയോ നമ്മൾ ചോദിക്കും അല്ലേ? ഇല്ലേ? ചോദിക്കോ ഹിബ? ചോദിക്കോ? ചിരിച്ചാ പോരാ, ഉത്തരം പറ. ചോദിക്കല്ലേ? ഞാനാണ് ചോദിക്കും അല്ലേ? അപ്പൊ നമ്മൾ എല്ലാവരും ചോദിക്കും. നമുക്ക് സങ്കടം വരും അല്ലേ, ഒരു പക്ഷി നമ്മുടെ വീടിന് മുമ്പിൽ ഇങ്ങനെ അനങ്ങാതെ കിടക്കുന്ന കാണുമ്പോൾ. അപ്പോൾ പക്ഷികളും ഇൻസെക്റ്റുകളും, എന്താ മക്കളെ ഇൻസെക്ട് എന്ന് പറഞ്ഞാല് അറിയാമോ? പ്രാണികൾ. ചെറു പ്രാണികളും അല്ലെ, അവർക്കും പറക്കാൻ പറ്റും. ഇനി ഫിഷ് ക്യാൻ സ്വിം, ഫിഷിന് നീന്താൻ പറ്റും. ഇനി these animals move because they have life. എന്തുകൊണ്ടാണ് ഇവർ ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യുന്നത്? അവർക്ക് ജീവനുള്ളല്ലേ അവർക്ക്. അല്ലേ അലൻ തോമസ്? എന്താ ഈ താടിക്ക് കൈയിട്ട് കൊണ്ട് ചിന്താവിഷ്ടനായിട്ടിരിക്കുന്നേ അലൻ? ഓക്കെ. ദെൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ തൊട്ടാവാടി ചെടി, മിമോസ പ്ലാന്റ്? തൊട്ടാവാടി ചെടി എന്താണ് ആ ചെടിയുടെ പ്രത്യേകത? ആൻസണേ എന്താണ് മോൻ? തൊട്ടാവാടി ചെടി തൊട്ടാവാടി പോകും. തൊട്ടാല് വാടിപ്പോവും അല്ലേ, തൊട്ടാല് വാടിപ്പോകും. അപ്പോൾ എന്തുകൊണ്ടാണ് അവരങ്ങനെ വാടുന്നത്? ആ സമയത്ത് ഉണങ്ങിക്കിടക്കും. നമ്മള് നേരത്തെ പറിച്ചിട്ടിട്ട് കരിഞ്ഞു പോയ ഒരു തൊട്ടാവാടി ചെടി എടുക്കാന്ന് വിചാരിക്കാം. എന്നിട്ട് ആ തൊട്ടാവാടി ചെടിയെ പോയി തൊട്ട് നോക്കിക്കേ, എന്താ പറ്റുക? ഉണങ്ങിക്കിടക്കുന്ന തൊട്ടാവാടി ചെടി ഒന്ന് പോയി പറ്റില്ല. ഒന്നും പറ്റില്ല. കയ്യെ മുള്ളു കൊള്ളുള്ളൂ അല്ലേ? കയ്യേല് മുള്ളു കൊള്ളും, വേറൊന്നും പറ്റൂല അല്ലേ? അപ്പൊ അത് അതിന്റെ ഇല ഷട്ട് ഡൗൺ ചെയ്യൂല അല്ലെ, അനക്കൂല. അതായത് അതിന് ജീവനില്ല എന്ന് അർത്ഥം. ഇതുപോലെ ലിവിങ് തിങ്സ് നീഡ് ഫുഡ്. നിങ്ങളൊക്കെ ഭക്ഷണം കഴിച്ചോ രാവിലെ? സോറി, ഭക്ഷണം കഴിച്ചോ? എന്നെ കഴിച്ചേ? എറിക് അഗസ്റ്റിൻ എന്നാ മോൻ കഴിച്ചേ? അയ്യോ, എന്ത് പറ്റി? സമയം 8:30 ആയല്ലോ. ആരാ പറഞ്ഞു? ഫാത്തിമ മെഹ്റിൻ ആണോ? ഇപ്പൊ വിശക്കുന്നുണ്ടോ? ഇല്ല, ഒട്ടും ക്ഷീണം തോന്നുന്നില്ല ഭക്ഷണം കഴിക്കാനിട്ട്? ഓക്കെ, ശരി. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരു ദിവസം മുഴുവൻ ഭക്ഷണം കഴിക്കാതിരിക്കാൻ വിചാരിക്കുക. നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? ക്ഷീണം പിടിക്കും. എന്നിട്ട് നിങ്ങളോടൊന്ന് ഓടാൻ പറഞ്ഞാലോ? പറ്റൂല അല്ലേ? പറ്റൂല. പിന്നെ
അന്നപ്പോ നിങ്ങൾക്ക് എന്ത് ചെയ്യാനാ തോന്നുക? നിങ്ങൾ ഭക്ഷണം കഴിക്കാതിരുന്ന നിങ്ങൾക്ക് എന്ത് ചെയ്യാനാ തോന്നുന്നേ? എന്ത് കേൾക്കുന്നില്ല? വെറുതെ കിടക്കാൻ തോന്നും അല്ലേ? നമുക്ക് ക്ഷീണം പിടിക്കും. അതിന്റെ അർത്ഥം നമ്മൾക്ക് പ്രവർത്തികൾ ചെയ്യാൻ ഭക്ഷണം ആവശ്യമാണ്, വളരാൻ ഭക്ഷണം ആവശ്യമാണ്. അത് തന്നെയാണ് നമ്മളിവിടെ പറയുന്നത്, ലിവിങ് തിങ്സ് നീഡ് ഫുഡ്. Sometimes you feel so hungry that you cannot wait for lunch or dinner to be served. You need food to live. Food helps you to grow. Animals get their food from plants or other animals. Most plants make their own food with the help of water and air and sunlight. Okay, നോക്കിയേ, നമ്മൾക്ക് വിശപ്പ് അധികമായി വരുമ്പോ ഭക്ഷണം അമ്മ എടുത്തു തരാനൊന്നും നമ്മൾ നിൽക്കില്ല, ഓടിപ്പോയി നമ്മള് ഭക്ഷണം തന്നെ എടുത്ത് കഴിക്കും അല്ലെ? കാരണം വിശപ്പ് വന്നു കഴിഞ്ഞാൽ നമുക്ക് പിടിച്ചാൽ കിട്ടൂല. പിടിച്ചാൽ കിട്ടുവോ? ഇല്ലല്ലേ? നിങ്ങളാണെ കരയാൻ തുടങ്ങും, അമ്മയെ വിശക്കുന്നു. എന്താ ഹെവനെ? ശരിയല്ലേ ടീച്ചർ പറഞ്ഞത്? അല്ലേ ഹെവൻ? അതെ, യെസ്. Then animals would get their food from plants or other animals. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ഈ ഭക്ഷണം കഴിക്കുന്നത് എവിടെ നിന്നാണ്? നമുക്ക് ഈ ഭക്ഷണം കഴിക്കുന്നത്, നമ്മളൊരു പഴം കഴിക്കും. ഈ പഴം എവിടെ നിന്നാണ് നമുക്ക് കിട്ടുന്നേ? പ്ലാന്റിൽ നിന്നാണല്ലേ? എന്നാല് നമ്മള് കോഴിമുട്ട കഴിക്കൂലേ? കോഴിമുട്ടയിൽ മീറ്റൊക്കെ കഴിക്കൂലേ? മീറ്റ് കഴിക്കൂലേ? അപ്പോൾ പ്ലാന്റ്സും ആനിമൽസും നമ്മൾക്ക് ഭക്ഷണം തരുമല്ലേ? Most plants make their own food with the help of water, air and sunlight. നമുക്ക് വിശക്കുമ്പോൾ നമുക്ക് അമ്മ ഭക്ഷണം ഉണ്ടാക്കി തരണം അല്ലേ? അമ്മയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ചെടികളിൽ നിന്നും മൃഗങ്ങളിൽ നിന്നും അല്ലെ മാർക്കറ്റിൽ പോയിട്ട് സാധനം. കുര്യൻ ജോസഫ്, എന്ത് പറ്റി? വീഡിയോ ഓൺ ആക്കിക്കേ. ഹിബ ഫാത്തിമ മോളെ വീഡിയോ ഓൺ ആക്കിക്കേ. വീഡിയോ ഓൺ ആക്കിയോ? ഇതൊക്കെ കാണത്തില്ല ഹിബനെ. ഓക്കെ, അപ്പൊ നമ്മൾക്ക് ഭക്ഷണം വിശക്കുന്നുണ്ടെങ്കിൽ അമ്മ ഉണ്ടാക്കി തരണം. അമ്മയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ ചെടികളിൽ നിന്നും ആനിമൽസിൽ നിന്നും ഒക്കെ കളക്ട് ചെയ്യണം അല്ലെ? ഇല്ല നമ്മൾ മാർക്കറ്റിൽ പോയി പൈസ കൊടുത്ത് സാധനങ്ങൾക്ക് അച്ഛൻ വാങ്ങിക്കൊണ്ട് തരും, അമ്മ അത് പ്രിപ്പയർ ചെയ്ത് തരും, നമ്മൾ സുഖമായിട്ട് തിന്നും. അതല്ലേ നമ്മുടെ പണി അല്ലേ? നിങ്ങൾ പിന്നെ 3ാം ക്ലാസ്സിലെ മക്കളല്ലേ, ഇപ്പോഴേ പെട്ടെന്ന് തന്നെ ഭക്ഷണം പാകം ചെയ്യാനൊന്നും ആയില്ല. പക്ഷേ ചെടികളുടെ കാര്യത്തിൽ അങ്ങനെയല്ല. ചെടികൾ എന്താ ചെയ്യുന്നേ? പറ. കേൾക്കണില്ലല്ലോ. ചെടിക്ക് വാട്ടറും സൺലൈറ്റും വേണം. ചെടിക്കും വാട്ടറും ഇതെല്ലാം വേണം. ഓക്കെ, ചെടിക്കും വാട്ടറും ഇതെല്ലാം വേണം, ശരിയാണ്. അപ്പൊ അതിനെ കുറിച്ച് ടീച്ചർ പറഞ്ഞു തരാം. തൽക്കാലം നമുക്ക് ഇവിടെ ഈ കാര്യം പറഞ്ഞ ശേഷം അതിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോ നമ്മുടെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നേ. അപ്പോൾ നമ്മൾ അമ്മ തരുന്ന ഭക്ഷണം കഴിക്കും. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ തന്നെ ഈ സാധനം അമ്മ ചെയ്യുന്ന പോലെ ഭക്ഷണം ഉണ്ടാക്കാൻ പഠിക്കും അല്ലേ? പക്ഷേ ഇൻ ദ കേസ് ഓഫ് പ്ലാന്റ്സ്, അവരുടെ പ്ലാന്റ്സ് എന്താ ചെയ്യുന്നത്? പ്ലാന്റ്സ് സ്വയം ഭക്ഷണം ഉണ്ടാക്കുക ചെയ്യുന്നത്. ആരാ വിളിച്ചത്? എന്താ കാര്യം? ഫാത്തിമ മെഹ്റിൻ, ഭക്ഷണം ഉണ്ടാക്കാൻ അറിയാമോ? ഗുഡ് കേട്ടോ, പഠിക്കുകയാണ്. ഓക്കെ, ദെൻ അപ്പോൾ ഈ പ്ലാന്റ്സ് നമ്മളുടെ കുഞ്ഞി ചെടിയാണെങ്കിൽ പോലും അതിന് അമ്മച്ചെടി ഭക്ഷണം കൊണ്ട് കൊടുക്കുന്നുണ്ടോ? വിത്ത് മുളച്ച് അത് കുഞ്ഞിന്റെ കായ് വരെ, ആ വിത്തിന്റെ ആ കോട്ടിലിഡൻസ് തീരുന്നത് വരെ അവരത് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ അതിനുശേഷം ഒരു 2 ഇലയൊക്കെ വന്ന ശേഷം നോക്കിക്കേ, കുഞ്ഞിച്ചെടിയാണെങ്കിൽ പോലും അവരെന്ത് ചെയ്യുന്നുണ്ട്? സ്വയം ഭക്ഷണം പാകം ചെയ്യുന്നുണ്ട്. സ്വയം ഭക്ഷണം പാകം ചെയ്ത് അവര് തന്നെ വളരും. ഇന്ന് നോക്കിയേ, നമ്മുടെ വീട്ടില് നിങ്ങൾ കളിപ്പാട്ടം കൊണ്ടൊക്കെ കളിക്കാൻ ഇഷ്ടമുള്ളവരല്ലേ? കളിപ്പാട്ടത്തിൽ നിങ്ങൾ ഭക്ഷണം കൊടുക്കാറുണ്ടോ?
കുഞ്ഞുനാളിലെ പാവയ്ക്കൊക്കെ ഭക്ഷണം കൊടുത്തായിരുന്നു? കൊടുത്തിട്ടില്ലേ? നമ്മള് ചെറിയ കുട്ടിയായിരുന്നപ്പോഴൊക്കെ കൊടുത്തിട്ടില്ലേ? കൊടുത്തു നോക്കിയിട്ടുണ്ടോ? കുഞ്ഞു പാവയുടെ മുടിയൊക്കെ കെട്ടിക്കൊടുത്ത് പൊട്ടൊക്കെ കുത്തി ഭക്ഷണമൊക്കെ കൊടുക്കൂലായിരുന്നോ? അന്നേരം പാവക്കുട്ടി ഭക്ഷണം കഴിക്കുമായിരുന്നോ? പാവക്കുട്ടി ഭക്ഷണം കഴിക്കുമായിരുന്നോ? തിന്നില്ല അല്ലേ? അത് നമ്മളെ പോലെ ആയിരുന്നെങ്കിൽ എന്തായിരുന്നല്ലേ? നമ്മൾ കുറച്ച് ഭക്ഷണമൊക്കെ കൊടുത്തായിരുന്നെങ്കിൽ ഈ ചെറിയൊരു പാവക്കുട്ടീനെ വാങ്ങുക, അത് വളർന്ന് 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 വലിയൊരു പാവക്കുട്ടിയെ നമ്മുടെ കൂടെ ഇരിക്കുക. എന്ത് രസം ഉണ്ടാവും അല്ലേ? അല്ലേ? എന്തോ അല്ലേ? അങ്ങനെയായിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നു? രസ്മരിയ എന്ത് പറ്റി? വീഡിയോ ഓഫ് ആയതാ? എന്തോ എന്താ സംശയം? ഭക്ഷണം കൊടുത്തിട്ട് ഞാൻ തന്നെ തിന്നലുണ്ട്. ക്ലിയർ അല്ല കേട്ടോ ടീച്ചർക്ക്. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്പെഷ്യാലിറ്റി ഓഫ് ലിവിങ് തിങ്. ഫസ്റ്റ് വൺ ഈസ് ലിവിങ് തിങ്സ് ക്യാൻ മൂവ്. സെക്കൻഡ് തിങ്, ലിവിങ് തിങ്സ് നീഡ് ഫുഡ്. ദെൻ തേർഡ്, ലിവിങ് തിങ്സ് ഗ്രോ. ലിവിങ് തിങ്സ് ഗ്രോ. ഇതിപ്പോൾ ടീച്ചർ പറയുമ്പോൾ തന്നെ മക്കൾ പഠിച്ചു വെക്കുക. പിന്നെ അതൊന്ന് എഴുതാൻ പഠിച്ചാൽ പോരെ? ലിവിങ് തിങ്സ് ഗ്രോ. A human baby grows into an adult. A chick grows into a hen, and a baby plant grows into a tree. They grow and change. All living things grow. No. ചെറിയ നമ്മുടെ വീട്ടിലൊക്കെ നിങ്ങളൊക്കെ കുഞ്ഞു വാവയായിരുന്ന സമയത്തെ ഫോട്ടോ ഒക്കെ ഉണ്ടോ കയ്യില്? എങ്ങനെ ഉണ്ടായിരുന്നു? ഇപ്പൊ നിങ്ങൾ കാണുന്ന പോലെ തന്നെയാണോ കുഞ്ഞു വാവയായിരുന്ന പെണ്ണത്തെ ഫോട്ടോയില്? നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞുനാളത്തെ ഫോട്ടോ കാണുമ്പോ സന്തോഷം തോന്നാറില്ലേ? ആരാണ്? എറിക് അഗസ്റ്റിന്റെ ഫോട്ടോ ഇല്ലേ? എറിക് അഗസ്റ്റിന്റെ ഫോട്ടോ ഇല്ലേ? നിങ്ങളൊക്കെ അന്ന് നിങ്ങൾ അങ്ങനെ ഫോട്ടോ എടുത്ത് നോക്കാറുണ്ടോ വല്ലപ്പോഴും? ഫോട്ടോ എടുത്ത് നോക്കാറുണ്ടോ വല്ലപ്പോഴും? ജുവലെ എന്ത് പറ്റി? വീഡിയോ ഓൺ ചെയ്തേ. ഓക്കെ, അപ്പോൾ അന്ന് ആ ഫോട്ടോയിൽ കാണുന്ന കുഞ്ഞാണോ ഇപ്പൊ നിങ്ങള് വലിയ ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ ആയി മാറിയല്ലേ? അതെങ്ങനെയാ വളർന്നേ? അമ്മ ഭക്ഷണം കോരി ആദ്യം സ്പൂണ് കൊണ്ടൊക്കെ വായിൽ വെച്ചുതരും, പിന്നെ വായിൽ തരും, പിന്നെ നിങ്ങൾ തന്നെ തിന്നാൻ പഠിക്കും. അങ്ങനെ നിങ്ങൾ വളർന്നല്ലേ? കുറെ നാളുകൾ കഴിയുമ്പോഴോ, ഒരു 10-18 വർഷം കഴിയുമ്പോഴോ ഇപ്പം കാണുന്ന രൂപത്തിലായിരിക്കുമോ നിങ്ങള്? ഇല്ലല്ലേ? രാവിലെ മീശയും താടിയൊക്കെ വെച്ച ചേട്ടന്മാരാകും ഇല്ലേ? ചേച്ചിമാരാകും അല്ലേ? ആണോ? ചേച്ചിമാരാവൂലേ? മക്കളെ ആവൂലേ? സംശയം ആവട്ടോ അല്ലേ? A human baby grows into an adult. A chick grows into a hen. അല്ലേ? കുഞ്ഞി കോഴിക്കുഞ്ഞിനെ കണ്ടിട്ടുണ്ടോ? നല്ല ക്യൂട്ടല്ലേ കാണാന്? നല്ല കോഴിക്കുഞ്ഞുങ്ങളെ ഇഷ്ടാണോ? ആൻസർ ഇഷ്ടമാണ്. നല്ല ആൻസർ. കോഴിക്കുഞ്ഞുങ്ങളെ, ആ കോഴിക്കുഞ്ഞുങ്ങൾ വളർന്നാണ് കോഴിയായിട്ട് മാറുന്നത്. A baby plant grows into a tree. A baby plant grows into a tree. They grow and change. All living things grow. Can a small computer grow into a big computer? നമ്മുടെ വീട്ടിലെ ഒരു ലാപ്ടോപ്പ് വാങ്ങിയെന്ന് ഓർത്തോ, നമ്മൾ അതിന്റെ കമ്പ്യൂട്ടറിന്റെ ഭക്ഷണമല്ല, നമ്മൾ കറണ്ട് കൊടുക്കും അല്ലെ? അങ്ങനെ കറണ്ട് കൊടുത്തുകൊണ്ടിരുന്നാല് നമ്മുടെ ഈ ലാപ്ടോപ്പ് വളർന്നിട്ട് വലിയ ടേബിൾ ടോപ്പ് കമ്പ്യൂട്ടറായി മാറുവോ ജുവലെ? നിങ്ങൾ എന്താ കൈ കൊണ്ട് അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നേ? ടീച്ചർക്ക് കാണാട്ടോ മക്കൾ എന്താ അവിടെ ചെയ്യുന്നേന്ന്. ഓക്കെ, ടീച്ചർക്ക് കാണാം നിങ്ങൾ എന്താ അവിടെ ചെയ്യുന്നത്. ഓക്കെ, then can a small doll grow into a big doll? ഒരു കുഞ്ഞി പാവക്കുട്ടിനെ വാങ്ങി അതിന് ഭക്ഷണം കൊടുത്തുകൊണ്ടിരുന്നാല് അത് വലിയ പാവയായിട്ട് വളരുവോ? ഇല്ല അല്ലേ? No, they cannot. Things like computers and dolls do not grow. They are non-living things. ഇപ്പോൾ ഇത്ര മാത്രമാണ് ഇന്നത്തെ ഫസ്റ്റ് പീരീഡിൽ നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് ടീച്ചർ ഓരോരുത്തരുടെ പേര് പറയും. അവര് ടീച്ചർക്ക് ആ പാഠഭാഗം വായിച്ചു കേൾപ്പിക്കണം. മറ്റുള്ളവർ ശ്രദ്ധിച്ചിരിക്കണം. ഞാന്
ഇടയ്ക്ക് നിങ്ങളോട് ഓരോരുത്തരുടെ പേര് വിളിക്കും. അപ്പോൾ എവിടെയാണ് നിങ്ങളുടെ ഫ്രണ്ട് വായിച്ചു നിർത്തിയത്, അതിന്റെ ബാക്കി നിങ്ങൾ വായിക്കേണ്ടി വരും. ആർ യു റെഡി? Yeah, good. Yes. Shifana, വായിച്ചേ മോളെ ഫസ്റ്റ്. ലിവിങ് തിങ്സ് മൂവ് മുതൽ വായിച്ചേ ഷിഫാന. Shifana, can you hear me? Shifana AG. Yes, unmute yourself and read. Shifana പോയോ? ഷിഫാനിനെ കാണുന്നേ ഇല്ല കേട്ടോ. ജാസ്മിൻ മോളുടെ വീഡിയോ കാണുന്നില്ലല്ലോ. നെക്സ്റ്റ് ഹിബ ഫാത്തിമ വായിച്ചേ. ഹിബ ഫാത്തിമ, can you hear me? ഹിബ ഫാത്തിമ N. Can you hear me? ഹിബ ഇവിടെ നോക്കൂ മോളെ. ക്ലിയർ ആവുന്നില്ല. മോള് ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കുക. ടീച്ചർ കണ്ടുണ്ട് മോള് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിരിക്കുന്നേ, അതുകൊണ്ടല്ലേ. മോള് പാഠം വായിച്ചേ. ലിവിങ് തിങ്സ് മൂവ് വായിക്കേ. ക്ലാസ്സിൽ ഉഴപ്പിയിരിക്കുന്നവരെ ടീച്ചർ പിടിക്കുന്നത് വായിക്കാൻ വേണ്ടിട്ട്. ഹിബ വായിച്ചേ. ലിവിങ് തിങ്സ് മൂവ്. എന്താ ഹിബ അവിടെ ചെയ്യുന്നേ? ക്ലിയർ ആവുന്നില്ല. ടീച്ചർ പറഞ്ഞത് മോനോട് ലിവിങ് തിങ്സ് മൂവ് എന്ന പാരഗ്രാഫ് വായിക്കാനാണ് പറഞ്ഞത്. വായിക്കാൻ പറ്റൂലേ? ഹെവൻ വർഗീസ് വായിക്കാൻ മോനെ. വായിച്ച മോനെ. ഹെവൻ. ലിവിങ് തിങ്സ് മൂവ്. Fish move. The animal movement of living things shows that they are alive. എന്താ മോനെ വായിക്കാൻ കിട്ടുന്നില്ലേ? വായിച്ചെടുത്തിട്ട് വായിച്ചു തരാം. ബേർഡ്സ് and some insects fly. നെക്സ്റ്റ് ഇനി മോനെ. ഇനി എറിക് അഗസ്റ്റിൻ വായിച്ചേ. Dogs and cats walk. Good. Fish swim. Good. Moves because that life. These animals move. These animals move because they have life. Then when touched, plant
Plants like the touch me not അല്ലെങ്കിൽ mimosa. Touch me not mimosa. Show movement. Show movement. The sunlight shine to the sun. So here does a table move by itself? No, we have to move in. നമ്മളുടെ സമയം കഴിയാൻ പോവാണ്. ചിലപ്പോ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് സമയം പോകും കേട്ടോ. ഇത് ഓഫ് ആവും. എന്നാലും കുഴപ്പമില്ല, വായിച്ചോ. Therefore, we can say that only living things move on their own. ഓക്കെ. ദെൻ നിങ്ങൾ ടീച്ചർ മക്കളുടെ ഹാജരെടുക്കുമായിരുന്നു ഇത് കേട്ടോ. മക്കളുടെ ഹാജരെടുക്കുക ചെയ്തത്. ഓരോ ക്ലാസ്സിനും ടീച്ചേഴ്സ് ഇങ്ങനെ ഹാജരെടുക്കുന്നുണ്ട്. കയറാത്ത കുട്ടികളെ ഞങ്ങൾ പിടിക്കും കേട്ടോ. ഓക്കെ. ദെൻ ഇനി കുറച്ച് സമയം കൂടെ നമുക്ക് ബാക്കിയുണ്ട്. അതിൽ ഇനി ആരാ വായിക്കാം? അലൻ തോമസിന് വായിക്കാൻ പറ്റുമോ? ആരാ പറഞ്ഞത്? ഗുഡ്. വായിക്കും. ലിവിങ് തിങ്. Sometimes you feel so hungry that you cannot eat for lunch or dinner to be served. You need to grow animals get their food from plants or other animals. Most plants make their own food with the help of water, air, and sunlight. Okay, good. മോൻ വായിക്കാൻ പറ്റുന്നുണ്ട്. കുറച്ചുകൂടെ എല്ലാ ദിവസവും അമ്മയുടെ ഹെൽപ്പോടുകൂടി വായിക്കാൻ പഠിക്കാം. മോൻ ഇമ്പ്രൂവ്മെന്റ് ചെയ്യാൻ പറ്റും കേട്ടോ. നല്ലോണം വായിക്കുന്നുണ്ട്. 3ാം ക്ലാസ്സിൽ എത്തിയതല്ലേ ഉള്ളൂ. ഇങ്ങനെ വായിക്കാം മതി. ഇനി അത് ഇമ്പ്രൂവ് ചെയ്യണം കേട്ടോ.
ഇനി ആർക്കാ വായിക്കാൻ പറ്റുന്നത്? അതിന്റെ ഒരു 2 മിനിറ്റ് ഉണ്ട്. ഇനി ആർക്കാ വായിക്കാൻ പറ്റുന്നത്? ജാസ്മിൻ. ആ വീഡിയോ ഓൺ ചെയ്ത ജാസ്മിൻ. കുര്യൻ ജോസഫ് വീഡിയോ ഇല്ല, ആളും ഇല്ല. ആ എന്തുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഈ വീഡിയോ ഓഫ് ചെയ്യുന്നേ? ജാസ്മിൻ, ജാസ്മിൻ വേർ ആർ യു? ആളെ ഇല്ലേ? ജാസ്മിന്റെ പേര് മാത്രമുണ്ട് ഇവിടെ, ആളെ കാണാനേ ഇല്ല. ഓക്കെ. എന്തോ പറ. ഞാൻ വായിക്കാം. ആരാ പറഞ്ഞേ? ഇഫ്രയാ? ഞാൻ വായിക്കാം. വായിച്ചോ. യുവർ മുതല് പറ. വായിക്കും മക്കളെ. Living things grow. A human baby grows into an adult. A chick grows into a hen, and a baby plant grows into a tree. They grow and change. All living things grow. Can a small computer grow into a big computer? Can a small doll grow into a big doll? No, they cannot think like computers, and dolls do not grow. They are non-living things. Okay, good. മിടുക്കിയാണല്ലോ. മിടുക്കാണ് കേട്ടോ. മിടുക്കി മോളാണ്. ഇനി അടുത്ത ആരാ വായിക്കുന്നേ? ഇനി അടുത്ത വേണ്ട, അടുത്ത ക്ലാസ്സിലെ ടീച്ചറെ എടുക്കുമ്പോൾ എടുക്കാം. ഇനി ഈ പാഠം എടുത്തതിൽ മക്കൾക്ക് എന്തെങ്കിലും മനസ്സിലാവാതുണ്ടോ? നിങ്ങൾ ഈ ക്ലാസ്സിലെ ക്ലാസ് വർക്കായിട്ട് ചെയ്യേണ്ടത് എന്ത് ചെയ്യണം? ലിവിങ് തിങ്സിന്റെ ഒരു 3 സ്പെഷ്യൽ ഫീച്ചേഴ്സ് ടീച്ചർക്ക് അയച്ചു തരണം. ലിവിങ് തിങ്സ് എഴുതുക. സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് ലിവിങ് തിങ്സ് ആണ്. ക്വസ്റ്റ്യൻ എഴുതണ്ട, ആൻസർ മാത്രം എഴുതിയിട്ട് ടീച്ചർക്ക് അയച്ചു തരണം. നിങ്ങൾക്ക് നോട്ട് ടീച്ചർ തരും കേട്ടോ. വാട്സാപ്പിൽ അയച്ച് നോട്ട് തരും. ഇത് അതല്ല, ഇത് ക്ലാസ് വർക്കാണ്. ക്ലാസ് വർക്ക് എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യണ്ടേ? ഒരു 3 ലിവിങ് തിങ്സിന്റെ 3 പ്രത്യേകതകൾ എഴുതിയിട്ട് സ്പെല്ലിങ്ങും മിസ്റ്റേക്ക് ഒന്നും കൂടാതെ ശ്രദ്ധിച്ച് എഴുതിയിട്ട് ടീച്ചർക്ക് അയച്ചു തരണം. അയച്ചു തരൂലേ? നോട്ടിൽ അയക്കണ്ട. നോട്ടിൽ ചെയ്യാനുള്ളത് ടീച്ചർ നിങ്ങൾക്ക് നോട്ട് അയച്ചു തരുമ്പോൾ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ചാപ്റ്റർ 1 ഹെഡിങ് ഒക്കെ പറഞ്ഞ് എഴുതിയാൽ മതി. ഇപ്പൊ ഒരു റഫ് പേപ്പറിൽ ചെയ്താൽ മതി. ഡൊമിനിക് ബിജു, ക്യാൻ യു ഹിയർ മീ? ഡൊമിനിക്, ലിസൺ ഹിയർ. ഡൊമിനിക്, എന്താ ചെയ്യണമെന്നാ ടീച്ചർ ഇപ്പോൾ പറഞ്ഞേ? എന്ത് ചെയ്യണമെന്നാ ടീച്ചർ പറഞ്ഞേ? ഡൊമിനിക് ഇവിടെ ശ്രദ്ധിക്കും മോനെ. ക്ലാസ്സിൽ ശ്രദ്ധിച്ചേ. അതിലൊക്കെ ആരിലൊക്കെ പോക്കോട്ടെ, സാരമില്ല കേട്ടോ. നമുക്ക് അവരോട് പിന്നെ സംസാരിക്കാം. എന്ത് ടീച്ചർ എന്ത് ചെയ്യണമെന്ന ക്ലാസ് വർക്ക് എന്താന്നാ പറഞ്ഞേ? എന്താന്നാ ക്ലാസ് വർക്ക് പറഞ്ഞേ? കേട്ടില്ല അല്ലേ? 3 പ്രത്യേകതകള് ഒരു റഫ് നോട്ട് ബുക്കിൽ എഴുതണ്ട. നിങ്ങൾ നോട്ട് ബുക്ക് ചെയ്യാനുള്ളത് ടീച്ചർ നോട്ട് അയച്ചു തരും. അതിൻ്റെ അകത്ത് കൃത്യമായിട്ട് ചാപ്റ്ററിന്റെ പേരൊക്കെ എഴുതി ക്വസ്റ്റ്യൻ നമ്പറൊക്കെ ഇട്ട് വൃത്തിക്ക് ചെയ്യണം. ഇപ്പോൾ ഒരു റഫ് പേപ്പറിൽ ടീച്ചർക്ക് അയച്ചു തരണം. ഇനി നമുക്ക് ഉച്ച കഴിഞ്ഞ് ഒരു ക്ലാസ് കൂടെ വരുന്നുണ്ട്. ആ സമയത്തും ചെറിയൊരു ഹോംവർക്ക് വരും, ക്ലാസ് വർക്ക് ആയിട്ട് തരും. അത് മക്കൾ ചെയ്തിട്ട് ടീച്ചർക്ക് അയച്ചു തരണം. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? എന്തോ അതില് എന്തോ കാര്യം പറയാൻ? ക്ലാസ് ഗ്രൂപ്പ് ടീച്ചറിന്റെ പേഴ്സണൽ നമ്പറിൽ അയക്കണം. ഓക്കെ, ടീച്ചറുടെ പേഴ്സണൽ നമ്പറിൽ അയക്കുമ്പോൾ ടീച്ചർ കുറച്ച് കുട്ടികളുടെ പേര് പറയാം. അവർ നാളെ അയക്കുക. ഓരോരുത്തർക്ക് ഓരോ ദിവസം തരാം. അങ്ങനെ ആകുമ്പോൾ ടീച്ചർക്ക് എളുപ്പമുണ്ടാവും, നിങ്ങൾക്ക് എളുപ്പമുണ്ടാവും. നിങ്ങൾക്ക് വേറെ വിഷയം ചെയ്യാനില്ലേ? ആദ്യത്തെ അജിത് തോമസ്, അലൻ തോമസ്, അമന്യ, അനഘ, അനീറ്റ, അനിഹ എന്നിവര് എനിക്ക് നാളെ നോട്ട് അയച്ചു തരണം. ഈ ക്ലാസ്സിൻ്റെതും അടുത്ത ക്ലാസ്സിൻ്റെതും. ഓക്കെ. ദെൻ ആൻഷി, ആൻസൺ, ക്രിസ്റ്റി ലിവിൻ, ഡൊമിനിക് ബിജു, എറിക് അഗസ്റ്റിൻ, ഫാത്തിമ ഇവരെനിക്ക് ഫ്രൈഡേ അയച്ചു തരിക.
ഹന്ന, ഹിബ, ഇഫ്ര, ജുവൽ, കൗഷിക് എന്നിവര് ശനിയാഴ്ച. കുര്യൻ, മാളവിക, മുഹമ്മദ്, നാഫി ഇവര്